കിരണിന്റെ കല്യാണിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സരുവിന്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കിരൺ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം തന്നെ വിവാഹം കഴിക്കാനാണ് അവൾക്ക് താല്പര്യം, അവളുടെ മനസ്സിലുള്ള പുരുഷൻ താനാണെന്ന് കിരണിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. പെട്ടെന്ന് കിരൺ ചോദിച്ചു, എന്താ സരു, നീ എന്താ എന്നോട് പറയണെന്ന് ചോദിച്ചു. കിരൺ സത്യം ചെയ്ത് കൊടുത്താണ് സരുവിന്, നിന്റെ മനസ്സിൽ ഏത് പുരുഷനാണുള്ളെങ്കിൽ അയാളെ കണ്ടുപിടിച്ച് ഞാൻ നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കൂന്ന്. ഈ സമയത്ത് സരി പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ മനസ്സിൽ ഒരേ ഒരാൾ അന്ന് ഇന്നും ഉണ്ടായിട്ടുള്ളൂ, അത് നീ മാത്രമാണ്. നീ എനിക്ക് സത്യം ചെയ്ത് തന്നേ കിരണേ, ഉറപ്പായിട്ടും എന്റെ മനസ്സിലുള്ള പുരുഷനുമായിട്ട് എന്റെ വിവാഹം നടത്തി തരൂന്ന് എന്റെ മനസ്സിലുള്ള നീയാ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ കല്യാണിയുടെ ഭർത്താവാണ്, കല്ലുമോന്റെ അച്ഛനാന്നുള്ള കാര്യം നീ മറന്നുപോയെന്ന് വെച്ചു. എനിക്കറിയാം, ഒരുപക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന കല്യാണി നിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നീ എന്റെ ഭർത്താവായനം, അങ്ങനെ വന്നിട്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നീ ആകുമായിരുന്നു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സരിയോ, നിനക്ക് ബുദ്ധിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെ എന്താ ചിന്തിച്ചു കൂട്ടുന്നേ? ഞാൻ നിന്നോട് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കാണിച്ചുകൊണ്ടാണെന്ന് ചോദിച്ചു. കിരണേ, എന്റെ ജീവിതത്തിൽ എന്റെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും. മനോഹറിനെ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്റെ മോൾക്കൊരു അച്ഛൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നീയായിരിക്കും എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, സരിയു, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ എന്താ പറയണേ? എന്റെ മനസ്സിലും ജീവിതത്തിലും ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കല്യാണി മാത്രമായിരിക്കും, ഞാൻ മരിക്കുന്നോടം വരെ. അതിന്റെ ഇടയ്ക്കില് വേറെ ആരും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം സരിയ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാടാ. ഓരോ ദിവസം ചെല്ലുന്തോറും അത് കൂടിക്കൂടി വരുക. എന്താ ഏതാ എങ്ങനെയാന്ന് അറിയത്തില്ല. ഞാൻ മനസ്സിനെ മാക്സിമം പറഞ്ഞ് ഒന്ന് ശ്രമിക്കാനായി, അതായത് നിന്നെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അത് നടക്കുന്നില്ല. ഓരോ ദിവസം ചെല്ലുന്നോറും ഇഷ്ടം കൂടിക്കൂടി വരുക. എനിക്ക് മുമ്പ് നിന്നോട് ഇത്രയും ക്രേസ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. നിനക്കറിയാലോ, ഞാൻ നിന്നെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. കല്യാണം നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ പിന്മാറിയത്. നിനക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടി തയ്യാറായി നടന്നവളാണ് ഞാൻ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീ നീ എന്റെ അവസ്ഥയും ചിന്തിക്കുക. എനിക്കൊരു ഭാര്യയുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സരുവിനെ. പക്ഷെ സരുവിന്റെ തലമണ്ടയിലേക്ക് അതൊന്നും കേറുന്നുണ്ടായിരുന്നില്ല. കിരണിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നൊരു ചിന്ത മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കിരൺ ആകെപ്പാടെ ടെൻഷൻ അടിച്ചാണ് അവിടുന്ന് ആ വീട്ടിലേക്ക് പോരാനായിട്ട് ഇറങ്ങിപ്പോരുന്നത്. ആ സമയത്ത് താര അത് കണ്ടു. താരയ്ക്ക് സങ്കടമായിപ്പോയി, പാപം. കാരണം എത്ര നന്നായിട്ട് കുടുംബം നോക്കുന്നവന്, എല്ലാവരോടും എത്ര സ്നേഹത്തിലാ. പക്ഷെ തന്റെ മോള് ഈ കുടുംബങ്ങളെ നശിപ്പിക്കുമോ എന്നൊരു ചിന്ത താരയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. സരിയൂര് നേരത്തെ ഇങ്ങനത്തെ സ്വഭാവം ഇല്ലായിരുന്നു, വീണ്ടും ആ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് വീട്ടിലേക്ക് കിരൺ വന്നാലും കിരണിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. 2-3 വട്ടം കല്യാണി ചോദിച്ചു, എന്താ കിരണേട്ടാ? അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് പിന്നെ കേസിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഓ, അതാണോ? കിരണേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനിയിപ്പോൾ എന്തു വന്നാലും ഞാൻ ഒപ്പമുണ്ട് കിരണേട്ടൻ്റെ കൂടെ. കിരണേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കിരണിന് പറയാൻ പറ്റുമോ കല്യാണിയോട് സരിയു തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അവളുടെ മനസ്സിൽ താനാന്നുള്ള കാര്യം? അതെങ്ങാനും ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എത്രമാത്രം വിഷമാവും. ഒരു കാരണവശാലും അത് അറിയാൻ പാടില്ല. കിരണിന്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കല്യാണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കല്യാണിക്ക് മനസ്സിലായി, ഒരുപക്ഷെങ്കിൽ ഈ ഗംഗാപ്രസാദിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അതിന്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി. ഇതിന്റെ ഇടയ്ക്ക് വേലു വിളിക്കുന്നുണ്ട്. വേലു വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത പറയുന്നേ, അടുത്ത ദിവസം ഞാനും അമലും തമ്മിൽ വിവാഹം കഴിക്കാൻ പോവാ. അതായത് മലദേവങ്ങളുടെ മുന്നിൽ വെച്ച് മാലയിടുന്ന ചടങ്ങാണ്. അമ്മ വരണമെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരണിന് സന്തോഷമായി. അങ്ങനെ കിരണ് ഇതിനെക്കുറിച്ച് അമലു വിളിച്ച കാര്യവും വേലു വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ കല്യാണോടും പറയുന്നുണ്ട്. പിന്നീട് രതീഷിനോടും അവരെയൊക്കെ വിളിച്ച് വേലു കാര്യങ്ങൾ പറയണം. അങ്ങനെ അവർ കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കണം. അങ്ങനെ കാട്ടിപ്പോയി ആ ചടങ്ങൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അമലുവിന്റെ വേലുവിന്റെ കല്യാണ ചടങ്ങ്. കാരണം ഇവിടെ വെച്ചിട്ട് താലികെട്ട് നടത്തിയെങ്കിലും അവരുടെ നാട്ടിൽ വെച്ച് അവരുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ വെച്ച് കിരണ കാര്യം പറയണേ, പോലീസിന് സംശയമുണ്ടെന്ന് വേലുവിനോട് പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ, ടെൻഷൻ അടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞു. പക്ഷെ വേലു പറഞ്ഞു, സാറേ അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ സാറിനെ ഞാൻ വിട്ടുകൊടുക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഞാൻ സാറിനോടൊപ്പം ഉണ്ടായിരിക്കും, ഞാൻ ആ കുറ്റം ഏറ്റെടുത്ത് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ കിരൺ സമ്മതിച്ചില്ല. നിന്റെ അടുത്ത് ഇനി വന്ന് പോലീസുകാർ വല്ല ചോദ്യം ചെയ്യുവാണെങ്കിലും നീ ധൈര്യപൂർവ്വം നിന്നോടം, നിനക്കൊന്നും അറിയത്തില്ല എന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. ഒടുവിൽ വേലുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വേലുവിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം താനും
ആഗ്രഹിച്ചിരുന്ന അവനെ കൊല്ലണം എന്നുള്ള കാര്യം, കൈ കിട്ടുവാണെങ്കിൽ അവനെ തീർക്കണം എന്നുള്ള കാര്യം, അത് കിരണാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാൻ വേലു തയ്യാറായിരുന്നു. വേലു മാത്രമല്ല, രതീഷും തയ്യാറായിരുന്നു. പക്ഷെ കിരൺ അതൊന്നും സമ്മതിച്ചത് പോലുമില്ല. അങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. സ്റ്റെഫിയുടെ പരോള് കഴിഞ്ഞ് സ്റ്റെഫിക്ക് ജയിലിലേക്ക് പോകേണ്ട ദിവസം എത്തി. സ്റ്റെഫി സിഐയെ കാണാനായിട്ട് ചെന്നു. സിഐനെ കാണാൻ ചെന്ന് സിഐയുടെ കാര്യങ്ങൾ തിരക്കുവാണ്. ഗംഗാപ്രസാദിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സാറേ? അവന് മരിച്ചുപോയെന്ന് എനിക്ക് തോന്നി. അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കാണാൻ വന്നേനം. എനിക്ക് എൻ്റെ പരോള് തീർന്ന് അകത്തേക്ക് പോകേണ്ട സമയമായി. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് അത് ആരാന്ന് കണ്ടുപിടിക്കണം. ഇനിയത്തെ പരോളിന് ഇറങ്ങുമ്പോൾ എനിക്ക് അവനെ ശരിക്കും ഒന്ന് കാണണം സാറേ. എനിക്കറിയണം അവൻ ജീവിച്ചിരിപ്പുണ്ടോ അത് മരിച്ചു പോയെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞു. സിഐ പറഞ്ഞു, അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടന്നു കഴിഞ്ഞാലേ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, എന്തെങ്കിലും പുരോഗമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം സാറേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റെഫി പോകുന്നേ. സ്റ്റെഫി നിരാശയോടെ മടങ്ങുന്നേ. അവനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലോ. കിട്ടുമായിരുന്നെങ്കിൽ തനിക്ക് ഈ തവണ അവരാരാണെങ്കിലും അത് ചെയ്തെങ്കിൽ അവരെ തീർത്തിട്ട് പോവായിരുന്നൊരു ചിന്തയായിരുന്നു സ്റ്റെഫിയുടെ മനസ്സിൽ. അങ്ങനെ സ്റ്റെഫി ജയിലിലേക്ക് തിരികെ പോവാണ്. ഇതേ സമയം രാഹുലിനെ തേടിയ സന്തോഷ വാർത്ത എത്തുന്നുണ്ട്. രാഹുലിന് പരോൾ അനുവദിച്ചു. രാഹുൽ കാത്തുകാത്തിരുന്നാണ് ഇങ്ങനെ ഒരു പരോൾ എന്ന് പറഞ്ഞാൽ. കാരണം കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും രാഹുലിന് പരോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാഹുൽ പരോളിന് പുറത്തിറങ്ങുവാണ്. പുറത്തിറങ്ങി ഷാരിനെ കാണാൻ വരുന്നുണ്ടെങ്കിലും ഷാരി രാഹുലിനെ അടുപ്പിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. കാരണം ഇപ്പം സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി രാഹുലിനെ കൂടെ വിളിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ തന്റെ സമാധാനം പോകുന്നുള്ള കാര്യം ഷാരിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് സരയുവിനെ വിളിക്കുകയാണ്. രാഹുൽ വിളിച്ച് കാണണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സരയു സന്തോഷത്തോടു കൂടിയിട്ടാണ് രാഹുലിനെ കാണാൻ ചെല്ലുന്നത്. തന്റെ അച്ഛൻ പുറത്തിറങ്ങിയല്ലോ, തന്റെ അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരയു പറഞ്ഞു, അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ അവനാ മനോഹർ ഉണ്ടല്ലോ, അവന്റെ കഥ കഴിക്കണം. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മോളെ. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചായി തവണ ഇറങ്ങിയിരിക്കുന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഗംഗാപ്രസാദ് അവനെ കണ്ടു കിട്ടുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ മനോഹറിന്റെ കഥ തീർക്കാൻ പറ്റിയാണ്. അവനകത്തേക്ക് ചെന്നാൽ മാത്രമേ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ ഒന്നുമല്ല. അവൻ എന്നെ പേടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പിന്നെ അതിനേക്കാൾ ഉപരി ഒരു കാര്യം, നിന്നോട് ഞാൻ മുമ്പൊരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നല്ലോ, നീയും കിരണും തമ്മിൽ ഒന്നിക്കണം എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ സരിയ പറഞ്ഞു, അതിനെ കല്യാണി ഒരു തടസ്സമല്ലേ അച്ഛാ, ആ തടസ്സം അങ്ങോട്ട് നീക്കാം. ആദ്യം ചെയ്യേണ്ട അതാണ്, മനോഹറിനെ ഇല്ലാതാക്കാന്നല്ല. അവൻ ജയിലിലല്ലേ, അവൻ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. പക്ഷെ അതിനു മുമ്പ് കല്യാണിയെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരിയ പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിനക്ക് വേണ്ടിയിട്ട് ഈ അച്ഛനെ നടത്തി തരും. എന്താണെങ്കിലും പരോള് തീർന്ന് ഞാൻ അധികം വൈകാതെ ജയിലിലേക്ക് പോവും. ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പൊ പിന്നെ വേറൊന്നും എനിക്ക് നോക്കാനില്ല. ഞാൻ ആ കൃത്യം നിർവഹിക്കും. കല്യാണിയെ ഞാൻ ഇല്ലാതാക്കും. നിനക്കും കിരണ് സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം സരി ചോദിച്ചു, അല്ല ഈ കാര്യമെങ്കിലും അച്ഛൻ വൃത്തിക്ക് നടക്കുമോ, എനിക്ക് സന്തോഷിക്കാമെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും മോള് വിഷമിക്കൊന്നും വേണ്ട. ഇത്രയും നാളായിട്ട് മോൾക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തു തന്നില്ലല്ലോ. പക്ഷേ എങ്കിൽ ഇനി മോൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം വരാൻ പോകുന്നത്. മോള് ധൈര്യമായിട്ടിരിക്കുക. എന്തിനു വേദിനും മോളുടെ അച്ഛൻ മോളോടൊപ്പം ഉണ്ടായിരിക്കും. അവളെ തീർത്തു കഴിഞ്ഞാൽ നിന്റെ ഏറ്റവും വലിയ ശത്രു ആണ് അവസാനിക്കാൻ പോകുന്നത്. പിന്നെ നിനക്ക് പേടിക്കണ്ട, സുഖമായിട്ട് ജീവിക്കാം. അല്ല അങ്ങനെ തീർത്താലും കിരൺ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടേ വിവാഹത്തിന്. അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. നിനക്കറിയാത്തില്ലാത്തോണ്ടാ. അവന് ഒരു മോനുണ്ടല്ലോ, അപ്പൊ അതിനെ വളർത്തണം. പിന്നെ നീയും വിധവയായിട്ടിരിക്കുമല്ലേ. അവനുണ്ടെങ്കിലും വിധവയെ പോലെ അല്ലേ നീ കഴിയണേ. അപ്പം നിനക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാലോ. നിന്റെ മകൾക്കും അവന്റെ മകനും അച്ഛനും അമ്മയും ആകൂല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അതങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് സരിയന് പറ്റുന്നുണ്ടായിരുന്നില്ല. കിരൺ സമ്മതിക്കുമോന്നറിയില്ല. അവന്റെ സ്വഭാവം വെച്ച് അവൻ സമ്മതിക്കാൻ വഴിയില്ല. ചിലപ്പം കാലക്രമേണ മാറ്റം ഉണ്ടായിരിക്കും. കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ എന്താണെങ്കിലും ഒടുവിൽ രാഹുല് കാത്തിരിക്കുവാണ് കല്യാണിയെ കൈ കിട്ടാൻ വേണ്ടിയിട്ട്. തനിച്ച് കിട്ടണം. കിരണുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കിരണിന്റെ മുന്നിലേക്ക് ചെന്ന് വീണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ ഇടിച്ച് ഇഞ്ച പരുവാക്കുമെന്നറിയാം. അങ്ങനെ ഒടുവിൽ കല്യാണിയെ ഫോളോ ചെയ്യുന്നുണ്ട് രാഹുല്. പിന്നീട് ഒരു ദിവസം കല്യാണി എന്ത് ചെയ്തു, ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കല്യാണിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടൊക്കെ ആയിട്ട് കല്യാണി അവിടേക്ക് വരുവാണ്. അപ്പൊ തനിച്ചാണ് കല്യാണി വരുന്നത്. ആ സമയം രാഹുൽ അത് അറിഞ്ഞു, കല്യാണി തനിച്ച പോരുന്ന ആളെ കാര്യം. സരീവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കല്യാണി തനിച്ചാണ് പോയിരിക്കുന്നതെന്ന്. രാഹുൽ എന്ത് ചെയ്തു, ആ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന അവിടെ വന്ന് പതുങ്ങി നിൽക്കുകയാണ്. കല്യാണിയുടെ വരവും കാത്ത്. കുറച്ച് സമയം കഴിഞ്ഞപ്പം കല്യാണി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കല്യാണി തന്നെ കൊല്ലാനായിട്ടൊരു കൊലയാളി ഇരിക്കുന്നുണ്ടെന്നും അറിയത്തില്ലാതെ കല്യാണി എന്ത് ചെയ്തു, ആ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വന്ന്
ഇന്ത്യ ഡിസൈൻ്റെ കുറേ കണക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതിയെടുക്കുകയാണ് ഒരു പേപ്പറിൽ. ആ സമയത്ത് രാഹുൽ പിന്നാലെ വന്ന് അവളെ പിടികൂടുവാണ്. കഴുത്തിന് പിടിച്ചിങ്ങനെ വെക്കുവാണ്. സരുവിനൊന്ന് കല്യാണിക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും കത്തി അവളുടെ കഴുത്തെ മുട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം കല്യാണി പതറിപ്പോയി. കാരണം തൻ്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള കാര്യം മനസ്സിലായി. കൊലയാളി ആരാന്ന് നോക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ കഴുത്തിൽ കത്തി വീണിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കല്യാണിക്ക് ഭയങ്കര ടെൻഷനായി. ആരാ എന്താണെന്നും അറിയത്തില്ലോ. എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ കല്യാണി തന്നെ പോകുന്നുള്ള കാര്യം കിരൺ അറിയായിരുന്നു. കിരൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പിന്നെ രാഹുലിനെ അവിടെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും കല്യാണിയെ കിരൺ രക്ഷിക്കുന്നുണ്ട്. കല്യാണി മരണത്തിലേക്ക് ഒരു നിമിഷം പോയതായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ കിരൺ വന്നുകൊണ്ട് കല്യാണിയെ രക്ഷിക്കാനായിട്ട് പറ്റി. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു പോയനം. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇപ്പൊ സരുവിനാകപ്പാടെ ഭ്രാന്ത കല്യാണിയെ കൊല്ലണം എന്നുള്ള. കുറച്ചു കാലത്തേക്ക് അതൊന്നും ഇല്ലായിരുന്നു. വീണ്ടും കഥ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാപ്രസാദിന്റെ കഥ അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത് ഇനിയിപ്പം സരു വൈരാഗ്യബുദ്ധിയായിട്ട് കല്യാണിന്റെ പിന്നാലെ നടക്കുകയാണ്. സരു ഒന്ന് മാറിയതായിരുന്നു. വീണ്ടും കല്യാണിയെ ഇല്ലാതാക്കി കിരണിനെ സ്വന്തമാക്കാൻ നടക്കുക. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ സരു തീരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കണം. ഒരു പക്ഷേ ഇനിയിപ്പം ആ സിയെ കണ്ടുപിടിച്ചാലും ഗംഗാപ്രസാദിനെ കൊന്ന കിരണാന്ന് കണ്ടുപിടിച്ചാലും ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അവൻ എത്ര വലിയ ക്രൂരനാന്നുള്ള കാര്യം സിഐക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിരണിന് ശിക്ഷയൊന്നും കിട്ടത്തില്ല. അവനെ വെറുതെ വിടത്തുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.